രാഹുൽ മാങ്കുട്ടത്തെ ഇന്നലെ രാത്രി പിടിക്കും അല്ലെങ്കിൽ കീഴടങ്ങും എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയായിരുന്നു. ഹോസ്ദുർഗ് കോടതി തുറന്നു വെച്ചിരുന്നു രാത്രിയൊക്കെ. പക്ഷെ അത് അദ്ദേഹത്തിനെ പിന്നെ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നെന്തായാലും പിടിക്കുമായിരിക്കാം. അദ്ദേഹത്തിന്റെ ഡ്രൈവറെ, ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈവറെയും മറ്റൊരാളെയും ഒക്കെ അറസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല ഈ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത്, അതായത് തുടക്കത്തിൽ തന്നെ ഒരു ആരോപണം വരുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ സ്ത്രീ വിഷയങ്ങൾ കത്തിക്കയറും. സരിത എന്ന് പറയുന്ന വനിതയുടെ, ഇപ്പൊ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പൊ അവർ ഇരയും അതിജീവിതയൊന്നും അല്ലല്ലോ, കേസെല്ലാം കഴിഞ്ഞല്ലോ. അവരുടെ കാലഘട്ടത്തിലെ സോളാർ വിഷയം വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തു വെച്ച് കത്തിച്ച് റോഡിലൊക്കെ ഇറങ്ങിയാൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു സരിതയുമായി ബന്ധപ്പെട്ട്. പിന്നെ സ്വപ്നയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ. ഇങ്ങനെ സ്ത്രീ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ, 10 ഒരു 15-16 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള മസാല കഥകളും അശ്ലീല ചുവയുള്ള കാര്യങ്ങളുമൊക്കെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തുടക്കം വന്നപ്പോൾ തന്നെ നമ്മുടെ ചാനലും മറ്റ് ചാനലുകളിലും ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് സൂക്ഷിച്ച് സമൂഹം കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങണം. അന്നാണ് പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കണം. KPCC ഇതിനാവശ്യമായ നടപടിയെടുക്കണം. KPCCയിൽ എത്രയോ പരാതികൾ വന്നു എന്ന് പറയുന്നു. ആ പരാതികളെല്ലാം കണ്ണടച്ച്, പരാതികൾ പലതും പൂഴ്ത്തി, പരാതികൾ പലതും കണ്ടില്ല എന്ന് വെച്ച് അങ്ങനെ പോകരുത്. അത് കറക്റ്റ് ചെയ്യപ്പെടണമായിരുന്നു KPCC. എങ്കിൽ ഇന്ന് ഇത്രയും വലിയ വില KPCCക്കും കോൺഗ്രസിനും UDFനും കൊടുക്കേണ്ടി വരില്ലായിരുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചത് കൊണ്ട്, വല്ലാതെ അത് ആഘോഷിച്ച് പോയത് കൊണ്ട് സംഭവിച്ചത്, ഒരു വിഷയത്തെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന വ്യക്തി ചെയ്ത വിഷയത്തെ മറ്റൊരുപാട് തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ ശരി തെറ്റുകളോ അല്ലെ അദ്ദേഹം നല്ല ആളാണോ ചീത്ത ആളാണോ എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. അദ്ദേഹത്തിനെ വളരെ മോശമാക്കിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് ആളുകൾ വീഡിയോ ഇടുന്നു, ഒരുപാട് ആളുകൾ പറയുന്നു. അപ്പൊ എന്തായാലും പക്ഷെ അദ്ദേഹം ജയിലിലായി. ഒരാൾ ജയിലിലായി. ഒരു പെൺകുട്ടിയുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. അവർ ഇന്നലെ സത്യമേവ ജയതി എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും അവരുടെ ജീവിതം വഴിമുട്ടി. ഒരു MLA, അദ്ദേഹത്തിന്റെ MLA ആയ ദിവസം ഡിസംബർ 4 MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്ത 2024 ഡിസംബർ 4 സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 2025 ഡിസംബർ 4 അദ്ദേഹം പിന്നെ ജാമ്യം കിട്ടാതെ അദ്ദേഹത്തെ KPCC പുറത്താക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഹുൽ മാങ്കൂട്ടം വളർന്നു വന്ന വഴികളും നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയുടെ ഹൈപ്പിൽ വളർന്നു വന്ന ഒരാളാണ്, മീഡിയയുടെ കൂടി ഹൈപ്പിൽ വളർന്നു വന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. റിയൽ അല്ല വേണ്ടത്, റിയൽ ആണ് വേണ്ടതെന്ന് PJ കുര്യൻ പറഞ്ഞപ്പോൾ, ആ PJ കുര്യൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സീനിയർ നേതാവാണ്, PJ കുര്യനെ വരെ തെറി പറഞ്ഞ് റീലാണ് മതി എന്ന് പറഞ്ഞ് ഒരുപാട് നേതാക്കളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി ടീമിനൊക്കെ വലിയ സപ്പോർട്ട് കൊടുത്തു. യഥാർത്ഥത്തിൽ ഇപ്പോൾ PJ കുര്യൻ പറയുന്നിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. റീലല്ല പ്രധാനം, റിയലാണ്. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ബാലപാഠങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഒക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നമ്മുടെ മുന്നിൽ തരുന്നത്. ഒരു വ്യക്തി പൊതുജീവിതത്തിലേക്ക് വരുമ്പോൾ, അത് രാഷ്ട്രീയത്തിലാകട്ടെ മറ്റ് എന്താണ് പൊതുരംഗവുമായി ബന്ധപ്പെട്ട ഏത് രംഗമാവട്ടെ, ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് വന്നാലും അതിനെ അവരെ കാണാൻ, അവരെ നോക്കാൻ, അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കാൻ വലിയ ഒരു സമൂഹം മുന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വളരെ വലിയ പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും വലിയൊരു ആരാധനാ കഥാപാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടക്കത്തിലുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ചെറുപ്പക്കാരെല്ലാം വളരെ ആവേശത്തോട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുകയും എന്നെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് അസൂയയാണ് ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുന്നതിൻ്റെ, എത്ര മനോഹരമായിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ കയറി വന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ ഇന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെ കരച്ചിൽ, അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ കരച്ചിൽ, അദ്ദേഹത്തിന്റെ നാടിന്റെ സങ്കടം, ഈ സമൂഹത്തിന്റെ സങ്കടം കാണണം എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ചെയ്തികളെ നമുക്ക് ന്യായീകരിക്കാനുമാവില്ല. ഇപ്പുറത്തൊരു വനിതയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ ചിന്തകളെയും പ്രവർത്തികളെയും ന്യായീകരിക്കാനാവില്ല. അപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ചില ജീവിത ചിന്തകളും ചില തത്വങ്ങളും അറിഞ്ഞിരിക്കണം.
പരസ്പരം ഹണി ട്രാപ്പ് ചെയ്യാനും ഉള്ള നിയമങ്ങളെ, സ്ത്രീകൾക്ക് ഏറ്റവും അനുകൂലമായി വച്ചിരിക്കുന്ന പവിത്രമായ നിയമങ്ങളെ മിസ്യൂസ് ചെയ്ത് പുരുഷന്മാരെ ട്രാപ്പ് ചെയ്യാനും, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന അതും അനുവാദത്തോടുകൂടിയും ട്രാപ്പ് ചെയ്തും തട്ടിക്ക് കൊണ്ടുപോയും റേപ്പ് ചെയ്തും ഒക്കെ ഉള്ള കഥകൾ നമ്മൾ കേൾക്കുന്നു. ഈ കഥകൾ വരുമ്പോൾ പുരുഷന്മാരുമൊക്കെ ഇതിലൊക്കെ ചെന്ന് പോകുന്ന കഥകളുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന്റെ ഒരു നാൾവഴി നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഉയർന്നു വന്നത്, വളരെ വലിയ ഹൈപ്പിലേക്ക് വന്നത് ഈ സോഷ്യൽ മീഡിയയുടെ വല്ലാത്ത ഇൻഫ്ലുവൻസ് കൊണ്ടും അവിടുത്തെ വെട്ടുക്കിളികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ ഉയർത്തി കേരളത്തിൽ കൊണ്ടുവന്നത്. എടാ പിണറായി വിജയ എന്ന് വരെ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനലിൽ വന്നിരുന്ന് വിളിക്കുമായിരുന്നു. പത്മജയെ എന്തൊക്കെ പറയുമായിരുന്നു. പത്മജയുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. എങ്ങനെയാണ് ഒരു MLA ആയിരുന്ന, നാളെ മന്ത്രിയാകേണ്ടുന്ന, നാളെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പദവികളിൽ എത്തേണ്ടുന്ന, ചിലപ്പോൾ മുഖ്യമന്ത്രി ആകേണ്ടുന്ന, അങ്ങനെ വളർച്ചയിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നേതാവ് നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും വീഴുന്നതാണ് കേരളത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു പാഠമാണ്. അതിനാണ് നമ്മൾ പറയുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്താൽ കേരള സമൂഹം എങ്ങനെയാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. 6-7 മാസങ്ങൾക്ക് മുമ്പ് നടന്ന വിഷയങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലയ്ക്കും തലേ ദിവസം കൊണ്ടുവന്ന് സമൂഹത്തിലേക്ക് ഇടും എന്ന് KPCCക്ക് എന്തേ മനസ്സിലായില്ല? അത് KPCCക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഇതിനെ വലിച്ചഴച്ച് നാശക്കോട്ടയാക്കി കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ അഭിപ്രായങ്ങൾ കൊണ്ടുവന്നു. അവസാനം ഷഹനാസിനെ പോലുള്ള വനിതകൾക്ക് പുറത്തു വന്ന് കാര്യങ്ങൾ പറയേണ്ടി വന്നു, ഷാഫി പറമ്പലിനെതിരെ പറയേണ്ടി വന്നു. ആ രീതിയിലേക്ക് ഇതിനെ വലിച്ചഴച്ച് കൊണ്ടുപോകാതെ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യാൻ എന്തേ കോൺഗ്രസിനും UDFനും കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം ഇവിടെ നിൽപ്പുണ്ട്. ഈ വിഷയങ്ങൾ അറിഞ്ഞ സമയത്ത് തന്നെ അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി പരിഹരിക്കുന്നതിന് പകരം ഇതിനെ ആഘോഷമാക്കി മാറ്റി റേറ്റിംഗ് ആയി മാറ്റുന്ന ചാനൽ, ഡിജിറ്റൽ ചാനൽ, സാറ്റലൈറ്റ് ചാനൽ, യൂട്യൂബ് ചാനലുകളുടെ ഒരു സംസ്കാരവും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഈ പറയുന്ന ധാരകൾ. ഞാൻ ഈ പറഞ്ഞ ധാർമ്മികത എന്നത് രാഷ്ട്രീയത്തിൽ എത്ര വരെ ആകാം, സ്വകാര്യ ജീവിതവും പൊതുജീവിതവുമായിട്ടുള്ള ബന്ധം എങ്ങോട്ട് പോകുന്നു, അതുപോലെ തന്നെ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ സമർപ്പിച്ചാലാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ ഉയരാൻ കഴിയുന്നതും സ്ഥാനമാനം കിട്ടുന്നത് എന്നുള്ളതും വലിയ ചോദ്യമാണ്. അതിൽ കോൺഗ്രസുമില്ല, CPM ഇല്ല, അതുപോലെ തന്നെ BJPയില്ല, ഒരു പാർട്ടിയില്ല. എല്ലാ പാർട്ടികളിലും പുരുഷനും സ്ത്രീയും മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകൾക്ക് എവിടെയാണ് ഇതിനകത്ത് അവരുടെ വ്യക്തിത്വവും അവരുടെ അസ്തിത്വവും നിലനിർത്തിക്കൊണ്ട് അവരുടെ ശരീരവും മനസ്സും എല്ലാം വളരെ പക്കയായി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവരുടെ സ്പേസ് എവിടെയാണ്? ഇങ്ങനെ ഒരുപാട് ധാർമ്മികവും നൈതികവും നിയമപരവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ചയും വിളർച്ചയും ഉയർച്ചയും താഴ്ചയും.